ചിലപ്പോൾ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് ഭയങ്കര സെൻസിറ്റീവ് അല്ലാതെ നൈസായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഏതൊരു വ്യക്തിയും ടോക്സിക് അല്ലെങ്കിൽ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ഈ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റിയും അയാൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഞാൻ എന്തോ ചെയ്തതുകൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോക്സിക് തോട്ട് പാറ്റേണിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു വരുന്നത്, ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ എന്താണ്, ഇത് എങ്ങനെ മാറ്റിയെടുക്കാം, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഇതിനൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഈ സെൽഫ് ബ്ലെയിം എന്ന് പറയുന്ന സമയത്ത് അവർ ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് അവർ ചെയ്യുന്ന നിങ്ങൾക്കിടയിൽ സംഭവിച്ച എല്ലാ തെറ്റുകളുടെയും ഒരു ഷെയർ നിങ്ങളുടേതാണെന്ന്, നിങ്ങളുടേത് അല്ലെങ്കിൽ പോലും അങ്ങനെ ആണെന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ് ഒരു സെൽഫ് ബ്ലെയിം. അതായത് അവരുടെ നെഗറ്റീവ് സ്വഭാവം, റെഡ് ഫ്ലാഗ്സ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചതിന് ശേഷവും നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോയി. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നിങ്ങൾ സമ്മതിച്ചു കൊടുത്തു, ക്ഷമിച്ചു കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ചിന്തിച്ചു പോകുന്നതാണ് ഈ ഒരു സെൽഫ് ബ്ലെയിം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി കറക്റ്റ് ആണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതൊരിക്കലും അക്യുറേറ്റ് ആയിരിക്കില്ല. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കില്ല ഇത് നിങ്ങൾ ആ ഒരു സാഹചര്യം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സെൽഫ് ബ്ലെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഡ്രാമാറ്റിക് ആയിരിക്കില്ല. ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് കാണാൻ തന്നെ സാധിക്കില്ല. കാരണം ഇത് വളരെ ക്വയറ്റായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ ചിന്തകളിൽ മാത്രം നടക്കുന്ന ഒന്നായി മാറാനും സാധ്യതയുണ്ട്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി ട്വിസ്റ്റായിട്ട് നിങ്ങളുടെ തലയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം നമ്മളുടെ തലച്ചോറിന്റെ തീരുമാനമെടുക്കുന്ന രീതി തന്നെയാണ്. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്നു, നിങ്ങൾക്കിടയിൽ ഒരു ചതി ഉണ്ടാവുന്നു, നിങ്ങൾ ഒരുപാട് വേദനിക്കപ്പെടുന്നു, ട്രോമ ഉണ്ടാവുന്നു, നിങ്ങളെ ചതിക്കുന്നു, വേണ്ട എന്ന് പറയുന്നു, ഇങ്ങനെ കുറെ സാഹചര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് സമ്മതിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് ചിന്തിക്കാനായിരിക്കും ഇഷ്ടം. കാരണം നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ അതിന്റെ പൂർണ്ണ കൺട്രോളും നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾക്കത് തിരുത്തിയാൽ മതി, തിരുത്തി കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അവർ ചതിച്ചു എന്ന് വിചാരിക്കാം. ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ ചതിക്കപ്പെട്ടു, അവർ നിങ്ങളെ ചതിച്ചു, അവരങ്ങനെ ഒരു ചോയ്സ് എടുത്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തോ കുറവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അവർ മറ്റൊരാളെ ചൂസ് ചെയ്തു. സോ അവിടെ നിങ്ങളുടെ കയ്യിലൊരു തെറ്റുണ്ട്. അപ്പോൾ ആ തെറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. ഇങ്ങനെയാണ് ഈ ഒരു സെൽഫ് ബ്ലെയിം, റെസ്പോൺസിബിലിറ്റി ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഒരു ഷെയർ, എവിടെയും ഇല്ലാത്ത ഒരു ഷെയർ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൽഫ് ബ്ലെയിമിന്റെ മറ്റൊരു കാരണം ഗ്യാസ് ലൈറ്റിങ്ങും കണ്ടീഷനിങ്ങും ആണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നീ സെൻസിറ്റീവ് ആണ്, നീ ഭയങ്കര ഡ്രാമയാണ്, നീ പ്രശ്നക്കാരനാണ്, നീ ഓവർ തിങ്കിങ് ആണ്, നിനക്ക് ട്രോമയുണ്ട്, ഇങ്ങനെ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കും, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്തത് കൊണ്ട്, ഞാൻ ഓവർ റിയാക്ട് ചെയ്തത് കൊണ്ട്. അങ്ങനെ അവർ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ഫീഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അതായത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ കാരണം ഉണ്ടായതാണെന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ വന്നെത്തും. ഇതാണ് അടുത്തൊരു രീതി. ഈ ഒരു രീതി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു എക്സ് ബോയ് ഫ്രണ്ടുമായിട്ടോ ഗേൾ ഫ്രണ്ടുമായിട്ടോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുന്നു, നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ആയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറയും, നീ ഭയങ്കര ഇൻസെക്യൂർഡ് ആണ്, അതുകൊണ്ട് നീ ഓവർ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയും. അവരുണ്ടാക്കിയ ആ ഒരു ഡിസ്കംഫേർട്ടിന് അവിടെ ഒരു ചാൻസും ഉണ്ടാവില്ല.
പക്ഷെ നിങ്ങൾ റിയാക്ട് ചെയ്തത് ഒരു നെഗറ്റീവായിട്ട് അവർ പറയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓ ഞാൻ ഇൻസെക്യൂർഡ് ആയതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ചെറിയ ചെറിയ സാഹചര്യത്തിൽ തുടങ്ങി വലിയ വലിയ പ്രശ്നങ്ങളിലും നിങ്ങളുടെ റെസ്പോൺസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത ഈ ഒരു സെൽഫ് ബ്ലെയിമിന്റെ വലിയ കാരണം അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ട്രോമ കൊണ്ടായിരിക്കും. ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളുമായിട്ട് ഭയങ്കര ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്നേഹത്തിലാവുന്ന സമയത്ത് അയാളുടെ ലൈഫിൽ ഒരു വില്ലൻ ആവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു കാരണം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾ തനിയെ ഒരു മാറ്റം വരുത്തും. എല്ലാം ഞാനും കൂടെ കാരണം സംഭവിച്ചതാണ്, ഞാനൊന്ന് ഓവർ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അവരെ കൂടുതൽ മനസ്സിലാക്കിയില്ല. ഈ ഒരു രീതിയിൽ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങളുടെ തലയിൽ വരുന്നത്. ഇതിന്റെ കാരണം അയാൾ പൂർണ്ണമായിട്ടും ഒരു തെറ്റുകാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാരണം അത്രയും തെറ്റുകാരനായിട്ടുള്ള ഒരാളെയാണോ ഞാൻ സ്നേഹിച്ചത് എന്ത് ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു തെറ്റ് കാരണം ആ റിലേഷൻഷിപ്പ് പോയി എന്ന് ചിന്തിക്കുന്നതായിരിക്കും ലെസ് പെയിൻഫുൾ. സോ അങ്ങനെ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ തലച്ചോർ നമുക്ക് വേണ്ടി എടുക്കുന്നത്. അടുത്ത വളരെ കോമൺ ആയിട്ട് കാണുന്ന എന്നാൽ അധികമായും ശ്രദ്ധിക്കാത്ത ഒരു കാരണം നമ്മുടെ കുട്ടിക്കാലമാണ്. ചില കുട്ടികൾക്കെല്ലാം എല്ലാ പ്രശ്നങ്ങളുടെയും തെറ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ ചില ഫാമിലീസിലൊക്കെ ഉണ്ടാവും 2, 3, 4 പിള്ളേരുണ്ടാവും. പക്ഷെ അതിൽ ഒരു കുട്ടിയായിരിക്കും എല്ലാ തെറ്റുകളും കൂടുതൽ ഏറ്റെടുക്കുന്നത്. അതായത് ആര് കരഞ്ഞാലും, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് സാധനങ്ങൾ കാണാതെ പോയാലും, എന്ത് സാധനം വീട്ടിൽ നാശമായാലും ആ ഒരു കുട്ടിയായിരിക്കും പ്രശ്നക്കാരൻ. കൂടുതൽ അടി കിട്ടുന്നതും എല്ലാ കുറ്റങ്ങളും തലയിൽ കൊണ്ടിടുന്നതും ആ ഒരു കുട്ടിയിലായിരിക്കും. ഈ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്തും ഈ ഒരു പാറ്റേൺ ഈ കുട്ടിയുടെ കൂടെ വളർന്നു വരും. ഈ കുട്ടി സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഒരു ഷെയറും സ്വന്തം തലയിൽ എടുത്തു വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു പാറ്റേൺസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഈ ഒരു സെൽഫ് ബ്ലെയിമിന്റെ കാരണക്കാരൻ. ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ബ്ലെയിമും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് രണ്ടും ഒന്നല്ല. ഒരു പ്രശ്നമുണ്ടായിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഹെൽത്തിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ അവർ നിങ്ങളെ ചതിച്ചു, നിങ്ങളത് ശ്രദ്ധിച്ചില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല. സോ നിങ്ങൾ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യും. ഇതാണ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഇതേ സംഭവം സെൽഫ് ബ്ലെയിമിലേക്ക് വരുന്ന സമയത്ത്, അവരെന്നെ ചതിച്ചു, ഞാൻ വലിയ സംഭവമൊന്നും അല്ല, അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ ചതിച്ചു. സോ ഇത് സെൽഫ് ബ്ലെയിം ആണ്. ഇത് നിങ്ങളെ സ്വയം പണിഷ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടോക്സിക് ആണ്, അൺഹെൽത്തി ആണ്, ഒരിക്കലും ചെയ്യരുത്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾവേസ് ഹെൽത്തി, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യണം. There is a saying, you can take responsibility for your choices. You cannot take responsibility for others' actions. അത് എപ്പോഴും ഫോളോ ചെയ്യണം. നിങ്ങളുടെ തീരുമാനങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമേ നിങ്ങൾ എടുക്കാവൂ. മറ്റൊരാളുടെ സ്വഭാവത്തിനോ അയാളുടെ പെരുമാറ്റത്തിൻ്റെയോ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും നിങ്ങളുടേതല്ല, അത് അയാളുടെ മാത്രമാണ്. സോ അടുത്ത പ്രാവശ്യം മനസ്സിൽ ആലോചിച്ച് കൂട്ടുമ്പോൾ സെൽഫ് ബ്ലെയിം ചെയ്യുന്നതിന്റെ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ സ്വയം ആലോചിക്കണം, ഈ ഒരു പ്രശ്നം എന്റെ ചോയ്സ് കൊണ്ട് സംഭവിച്ചതാണോ അതോ മറ്റൊരാൾ സ്വന്തം തീരുമാനങ്ങളിലൂടെ ചെയ്തതാണോ എന്നതിന് ശേഷം മാത്രമേ അത് ജഡ്ജ് ചെയ്യാവൂ. വീണ്ടും വീണ്ടും ചിന്തിച്ച് മുന്നോട്ട് പോകാവൂ. കാരണം നിങ്ങളുടെ ഹെൽത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. സോ stay aware, stay grounded, be empathetic. This is TQ Talks.